നമസ്കാരം, ദ പ്രസ്സിലേക്ക് സ്വാഗതം. മാതൃഭൂമി ദിനപത്രത്തിലെ വാർത്തകൾ ഒന്നാമത്തെ പേജ് വളരെ നിറപ്പകിട്ടായിട്ടാണ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ പേജിൽ പ്രധാനപ്പെട്ട വാർത്തകൾ ഒപ്പം തന്നെ ചിത്രങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് മാതൃഭൂമി ഇന്നത്തെ അവരുടെ ഒന്നാമത്തെ പേജ് തയ്യാറാക്കിയിരിക്കുന്നത്. ഏറ്റവും മുകളിലായി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തേജസ് വിമാനം അപകടത്തിൽ മരിച്ച വിംഗ് കമാൻഡറുടെ മരണവുമായി അദ്ദേഹത്തിൻ്റെ വീരചരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളൊക്കെ നടന്നിരുന്നു ഇന്നലെ. അതുമായി ബന്ധപ്പെട്ട ചിത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അവരും വിംഗ് കമാൻഡറാണ്. അവസാനമായി സല്യൂട്ട് നൽകുന്ന ഒരു ചിത്രം, കരഞ്ഞുകൊണ്ട് ഒരു സല്യൂട്ട് കൊടുക്കുന്ന ഒരു ചിത്രമാണ് മാതൃഭൂമി ഒന്നാമത്തെ പേജിൽ നൽകിയിരിക്കുന്നത്. വീര തേജസ്സെ വിട എന്നുള്ളതാണ് അതിൻ്റെ തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. ഒപ്പം കല പഠിക്കണം കളിയും എന്നുള്ള തലക്കെട്ടിൽ സ്കൂളുകളിൽ കലാകായിക പഠനം നിർബന്ധമാക്കി സർക്കാർ എന്നുള്ള ഒരു വാർത്ത നൽകിയിരിക്കുന്നു മാതൃഭൂമി. അവരുടെ പ്രധാനപ്പെട്ട വാർത്ത അതാണ്. പീരീഡ് കൈമാറ്റം പാടില്ല. ബാലാവകാശ കമ്മീഷൻ്റെ ഉത്തരവിലാണ് ഇത്തരത്തിലൊരു നടപടി വന്നിരിക്കുന്നത്. എന്തായാലും ഈ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ് മാധ്യമവും നൽകിയിരിക്കുന്നത്. പക്ഷേ അത് പുതിയ ബില്ല് വരുന്നതുമായി ബന്ധപ്പെട്ടാണ് മാധ്യമം ആ വാർത്ത നൽകിയിരിക്കുന്നത്. പുതിയ ബില്ല് UGCയും AICTEയും ഇനി ഇല്ലാതാകും. പകരം ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ എന്നുള്ളതാണ് ആ തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. കമ്മീഷൻ പരിധിയിലാകും ഉന്നത വിദ്യാഭ്യാസ നിയന്ത്രണം, അക്രഡിറ്റേഷൻ, ഫണ്ടിങ്, അക്കാദമിക് ക്രമീകരണങ്ങൾ തുടങ്ങിയിട്ടുള്ളതൊക്കെയും ഈ കമ്മീഷൻ്റെ ഒരൊറ്റ കേന്ദ്രത്തിലേക്ക് തന്നെ ഈ സംഭവങ്ങളെല്ലാം തന്നെ കേന്ദ്രീകരിക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് മാധ്യമം ആ വാർത്തയിൽ ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും ആ വാർത്തയിലേക്ക് നമുക്ക് വരാം. ഇപ്പോൾ മാതൃഭൂമി നൽകിയിരിക്കുന്ന വാർത്ത, അധ്യാപകരുടെ ക്ഷാമമുണ്ടെങ്കിലും സ്കൂളുകളിൽ 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിൽ കലാകായിക വിദ്യാഭ്യാസത്തിനായി നിശ്ചയിച്ച പീരീഡുകളിൽ മറ്റ് വിഷയങ്ങൾ പഠിപ്പിക്കരുതെന്ന കർശന നിർദ്ദേശവുമായി സർക്കാർ. ബാലാവകാശ കമ്മീഷൻ്റെ ഉത്തരവിനെ തുടർന്നാണ് ഈ ഒരു നടപടി എന്നുള്ളതാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കലാകായിക പ്രവൃത്തി പരിചയ പീരീഡുകൾ മറ്റ് വിഷയങ്ങൾക്കായി മാറ്റിവെക്കുന്നത് പാഠ്യപദ്ധതി സമീപനത്തിന് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി കമ്മീഷൻ അംഗം റിപ്പോർട്ട് നൽകിയിരുന്നു, അല്ലെങ്കിൽ ഉത്തരവ് ഇറക്കിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പ്രഥമ അധ്യാപകർക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഇങ്ങനെയൊരു നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് നടപ്പാക്കുന്നുണ്ടെന്ന് വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥർ ഉറപ്പാക്കണം എന്നുള്ള നിർദ്ദേശവും അതോടൊപ്പം തന്നെ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇത്തരത്തിൽ പുതിയ നടപടികളിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അധ്യാപകരുടെ കുറവ് നിലവിലുണ്ട്. അതിൽ അധ്യാപകർ ഏതാണ്ട് 7100ഓളം വരുന്ന അധ്യാപകർ ഇങ്ങനെ ഈ മാറ്റം വരുമ്പോൾ 7100 അധ്യാപകർ വേണമെന്നുള്ളതാണ്. ഉള്ളത് ആകെ 3000 പേരാണ്. അപ്പോൾ 4100 അധ്യാപകരുടെ കുറവുണ്ട് എന്നുള്ളതാണ്. പീരീഡും പുസ്തകങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും പഠിപ്പിക്കാൻ ആളില്ലാത്തതാണ് പ്രശ്നം. 2000ഓളം കായിക അധ്യാപകരേ ഉള്ളൂ. കലാപ്രവൃത്തി പരിചയ അധ്യാപകർ 1000-ൽ താഴെ മാത്രമാണുള്ളത്. പ്രൈമറി ഒഴികെയുള്ള എല്ലാ സ്കൂളുകളിലും ആഴ്ചയിൽ നിശ്ചിത പീരീഡിൽ കലാകായിക പഠനം നിർബന്ധമാക്കുന്നതോടെ 7100 സ്കൂളുകളിൽ കലാകായിക അധ്യാപകർ വേണം. പക്ഷേ പകുതിയിലും ആളില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, പിന്നോട്ട് കുതിക്കുന്ന കേരളം കായികം എന്നുള്ള തരത്തിൽ ഒരു ബോക്സ് വാർത്ത നൽകിയിട്ടുണ്ട് മാതൃഭൂമി. അത് ഇങ്ങനെയാണ്: ദേശീയ ജൂനിയർ അത്ലറ്റിക്സിൽ കേരളം 22 തവണ ചാമ്പ്യന്മാരായിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 9 വർഷങ്ങളായിട്ട് കേരളത്തിന് കിരീടം നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കായിക രംഗത്ത് വലിയ രീതിയിലുള്ള ശാക്തീകരണം വേണം. ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ കഴിയുന്ന ആളുകളെ വാർത്തെടുക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വാദോരാതെ സംസാരിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ നടത്തുന്നത് എന്നുള്ളത് സ്വാഭാവികമായ ഒരു ചോദ്യം തന്നെയാണ്. ആ ചോദ്യം ത്തിനുള്ള ഉത്തരമാണ് ഇവിടെ കാണുന്നത് എന്നുള്ളതാണ്. ഈ പാഠ്യവിഷയങ്ങളിൽ അല്ലെങ്കിൽ പാഠ്യേതര വിഷയങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് കരിക്കുലത്തിൽ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉന്നയിക്കപ്പെടുന്നൊരു ചോദ്യം. എന്തായാലും ഈ കണക്കിൽ പറയുന്നത് 2016 ഏറ്റവും അവസാനമായി കിരീടം നേടാൻ കേരളത്തിന് കഴിഞ്ഞത്. അതിനുശേഷം 2024 എത്തിയപ്പോൾ 6ാം സ്ഥാനത്ത് കേരളം എത്തുന്ന സാഹചര്യം. അത് 25 എത്തുമ്പോൾ 7ാം സ്ഥാനത്തേക്ക് വീണ്ടും പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഈ കായിക രംഗത്ത് വലിയ രീതിയിൽ ഒരു പിന്നോട്ട് പോക്ക് കേരളത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ വാർത്തയിലും ചൂണ്ടിക്കാണിക്കുന്നൊരു കാര്യം. എന്തായാലും കായിക അധ്യാപകർ അവർ
നിയമനത്തിന് വേണ്ടി നിരവധി തവണ സമരങ്ങൾ ചെയ്യുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതൊക്കെയും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പലപ്പോഴും ഈ കലോത്സവ വേദികൾ അവരുടെ പ്രതിഷേധങ്ങൾക്ക് വേദിയാകാറുണ്ട് എന്നുള്ളതും നമ്മൾ ഇതിനു മുമ്പും വാർത്തകളിൽ കണ്ടിട്ടുണ്ട്. ചണ്ഡീഗഡിൻ്റെ പൂർണ്ണ നിയന്ത്രണം കേന്ദ്രം പിന്മാറി എന്നുള്ളതാണ് മറ്റൊരു വാർത്തയായി മാതൃഭൂമി നൽകിയിരിക്കുന്നത്. പ്രതിഷേധങ്ങൾക്കിടെ ചണ്ഡീഗഡിനെ പൂർണ്ണമായും കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കാനുള്ള ബില്ലിൽ നിന്നും കേന്ദ്രം പിന്മാറി. നിർദ്ദിഷ്ട ബില്ല് ശൈത്യകാല സമ്മേളനത്തിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും മതിയായിട്ടുള്ള കൂടിയാലോചനയ്ക്ക് ശേഷം മാത്രമേ തീരുമാനമെടുക്കൂവെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്ത. ബാക്കിയുള്ള പത്രങ്ങളൊക്കെ തന്നെയും ഈ വാർത്ത വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ നൽകിയിട്ടുണ്ട്. ജനിതക മാറ്റം വരുത്തിയ നെല്ലിനങ്ങൾ ശാസ്ത്രജ്ഞർക്ക് മാധ്യമ വിലക്കുമായി കേന്ദ്രം, മിണ്ടരുത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം അതോടൊപ്പം തന്നെ ചേർത്ത് വെച്ചിരിക്കുന്നത്, മോശം ഭക്ഷണം പിടികൂടിയാൽ ആരെയും അറിയിക്കരുതെന്ന് ആരോഗ്യ വകുപ്പ് എന്നുള്ള ഒരു സബ് ഹെഡ് കൂടി ആ വാർത്തയിൽ നൽകിയിട്ടുണ്ട്. ജനിതക മാറ്റം വരുത്തിയ 2 നെല്ലിനങ്ങളെ ചൊല്ലിയുണ്ടായ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ ശാസ്ത്രജ്ഞർക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ അഭിപ്രായങ്ങൾ പറയുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്. ഗവേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കിടുന്നത് വിലക്കാനാണ് നീക്കം. കണ്ടെത്തലുകളിൽ പൂർണ്ണ ബോധ്യം ഉണ്ടാകുന്നതുവരെ അവ അന്താരാഷ്ട്ര ജേണലുകൾ പ്രസിദ്ധീകരിക്കുന്നത് ഒഴിവാക്കണം. ഗവേഷണത്തിന് ബഹുമതി തേടാൻ ശാസ്ത്രജ്ഞർക്ക് എല്ലായ്പ്പോഴും കൃതികൾ പ്രസിദ്ധീകരിക്കാനുള്ള തിരക്കിലാണെന്നും പലപ്പോഴും ശക്തമായിട്ടുള്ള ഡേറ്റ പിന്തുണയില്ലെന്നും ഇത് ഉറപ്പാക്കണമെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഈ ഒരു നടപടിയിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ മറ്റൊരു ഇതുമായി ബന്ധപ്പെട്ട വാർത്ത, ഭക്ഷണശാലകളിലെ ശുചിത്വം ഗുണനിലവാരവും ഉറപ്പാക്കാൻ നടത്തുന്ന പരിശോധനയ്ക്കിടെ പിടിച്ചെടുക്കുന്ന ഭക്ഷണ സാധനങ്ങൾ പരസ്യമായി പ്രദർശിപ്പിക്കരുതെന്ന് ആരോഗ്യ വകുപ്പ് ഡയറക്ടറുടെ ഉത്തരവിൽ പരാമർശമുണ്ട്. മോശം ഭക്ഷണം പിടിച്ചെടുത്ത വിവരം മാധ്യമങ്ങളുടെ അകാരണമായി പ്രചരിപ്പിക്കരുതെന്നും ഒക്ടോബർ 23 ഉത്തരവിൽ പറയുന്നുണ്ട്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഇപ്പോൾ പഴയതും മോശമായതുമായ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്താലും ഉദ്യോഗസ്ഥർ മാധ്യമങ്ങൾക്ക് വിവരം നൽകുന്നില്ല എന്നുള്ളതാണ്. നടപടികളെല്ലാം രഹസ്യ സ്വഭാവത്തോടെയാണ്. ഇതിൽ വകുപ്പ് തന്നെയാണ് ഒരു വിഭാഗം ജീവനക്കാർക്ക് ഈ വകുപ്പിൽ തന്നെ ഒരു വിഭാഗം ജീവനക്കാർക്ക് ഇതിൽ എതിർപ്പുണ്ട് എന്നുള്ള കാര്യവും മാതൃഭൂമി ആ വാർത്തയിൽ ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും മോശം ഭക്ഷണം നൽകുന്ന ഹോട്ടലുകളുടെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ പേര് വിവരങ്ങൾ പോലും പുറത്ത് പറയാൻ പാടില്ല എന്നുള്ള തലത്തിലേക്ക് ആണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. നേരത്തെ ഇത്തരത്തിലുള്ള റെയ്ഡുകൾ നടക്കുമ്പോൾ സ്വാഭാവികമായും ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷ്യവിഷബാധ ഉണ്ടായതിനു ശേഷം മാത്രമാണ് പരിശോധനകൾ കാര്യമായി തന്നെ നടക്കാറുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ആ പരിശോധനകളുടെയൊക്കെ രീതി ഏത് നിലയിലാകും പോവുക എന്നുള്ളതാണ് ഒരാശങ്കയായി വരിക. വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്, കാഴ്ച പരിമിതിയുടെ വനിതാ 2020 ക്രിക്കറ്റിൽ ലോക കിരീടം നേടിയിരിക്കുകയാണ് ഇന്ത്യയുടെ ടീം. തുറന്ന് കാണുക ലോകമേ എന്നുള്ളതാണ് അതിൻ്റെ തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. ഈ വിജയത്തിൽ ആഹ്ലാദവുമായി അവർ ദേശീയ പതാകയും പിടിച്ചുകൊണ്ട് ഗ്രൗണ്ടിലേക്ക് ഓടിയിറങ്ങുന്ന ചിത്രമാണ് അതിൽ നൽകിയിരിക്കുന്നത്. കൊളംബോയിലെ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് ഞായറാഴ്ച ഈ ഫൈനൽ മത്സരം നടന്നിരുന്നത്. നേപ്പാളിനെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. 7 വിക്കറ്റിനായിരുന്നു ഇന്ത്യ അവരെ തോൽപ്പിച്ച് കിരീടം നേടിയത് എന്നുള്ളതാണ്. ജോലി ചെയ്തില്ലെന്ന് കമ്മീഷൻ. ഉത്തർപ്രദേശിൽ 181 BLOമാർക്ക് പിരിച്ചുവിടൽ നോട്ടീസ് എന്നുള്ളൊരു വാർത്ത ഒന്നാമത്തെ പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. SIRമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടെ മാതൃഭൂമി നൽകുന്നുണ്ട്. SIRൽ വെട്ടിയാലും പട്ടികയിൽ പേര് ചേർക്കാം എന്നുള്ളതാണ് ആ വാർത്തയിൽ നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ BLOമാർക്ക് വലിയ രീതിയിലുള്ള സമ്മർദ്ദമുണ്ട് എന്നുള്ള കാര്യം കേരളത്തിലെ നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചിരുന്നു, വാർത്തകളിൽ വിഷയങ്ങളായിരുന്നു. ആ നിലയ്ക്കാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ ഇത്തരത്തിലൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അവിടെ നിന്നാണ് വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണ ജോലിയിൽ വീഴ്ച വരുത്തിയതിന് ഉത്തർപ്രദേശിൽ 181 BLOമാർക്ക് പിരിച്ചുവിടൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. 60 ആളുകളുടെ പേരിൽ പോലീസ് കേസും എടുത്തിട്ടുണ്ട്. 2 പേരെ സർക്കാർ സർവീസിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്യുന്ന തീരുമാനവും അവർ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും SIRൽ വെട്ടിയാലും പട്ടികയിൽ പേര് ചേർക്കാമെന്നുള്ള വാർത്തയും ഇതോടൊപ്പം തന്നെയാണ് നൽകിയിരിക്കുന്നത്. നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഓൺലൈനായി ഇപ്പോൾ അപേക്ഷിക്കാം. ഡിസംബർ 9 പ്രസിദ്ധീകരിക്കുന്ന കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവരും ഫോറം 6 അപേക്ഷിക്കണം എന്നുള്ളതാണ് അതിൽ നിർദ്ദേശമായി നൽകിയിരിക്കുന്നത്. ഉൾപേജുകളിലേക്ക് പോയെന്നാൽ
ഇന്നലെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ വന്ന വാർത്തയെന്ന് പറയുന്നത് ദുബായ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ബജറ്റിന് അംഗീകാരം നൽകി എന്നുള്ളതാണ്. 30,270 കോടി ദർഹം ആണ് ബജറ്റ് തുകയായി പറഞ്ഞിരിക്കുന്നത്. അത് ഇതുവരെയും ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ബജറ്റാണ്, 3 വർഷത്തേക്കുള്ള ബജറ്റാണ് എന്നുള്ളതാണ് വാർത്തയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ ആകർഷകമായ വിനോദ കേന്ദ്രങ്ങളും സേവനങ്ങളും ഹത്ത മനോഹരമാക്കി പുത്തൻ പദ്ധതികൾ, 610 മീറ്റർ വിസ്തൃതിയിലുള്ള ഡാം, ആംഫി തിയേറ്റർ, അന്താരാഷ്ട്ര നിലവാരമുള്ള പുതിയ സ്കൂൾ തുടങ്ങിയിട്ടുള്ള പുതിയ പദ്ധതികൾ സഞ്ചാര മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകുന്ന ഒരു പ്രഖ്യാപനമാണ് അല്ലെങ്കിൽ നടപടികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനും താമസക്കാർക്ക് മികച്ച സേവനങ്ങൾ നൽകുന്നതിനും ഹത്തയിൽ പുതിയ വികസന പദ്ധതികൾ നടപ്പാക്കി ഇട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ചിത്രം ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് വാർത്ത നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഷാർജയിൽ പുതുതായി 3650 തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ളതും, ഒപ്പം അതിൻ്റെ നിർമ്മാണ പരിപാടികളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. അതിൻ്റെ ചിത്രം, ആ നിർമ്മാണം നടക്കുന്നതിന് ചിത്രവും നൽകിയിട്ടുണ്ട്. 3650 തെരുവിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇതുവരെ. കൂടാതെ 32,432 തെരുവുവിളക്കുകൾ സമഗ്രമായിട്ടുള്ള അറ്റകുറ്റപ്പണികൾ നടത്തിയതായും ഷാർജ ഇലക്ട്രിസിറ്റി, വാട്ടർ ആൻഡ് ഗ്യാസ് അതോറിറ്റി അധികൃതർ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതും ആ വാർത്തയിൽ പറയുന്നു. അപ്പം ഇന്നലെ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടതാണ് ദുബായ് റൺ. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇന്നലെ സോഷ്യൽ മീഡിയ ഫീഡുകളെല്ലാം തന്നെ ദുബായ് റണ്ണുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും വീഡിയോകളും കൊണ്ട് നിറയുന്ന സാഹചര്യമായിരുന്നു. നീലക്കടലായി ഷെയ്ഖ് സായിദ് റോഡ് ദുബായ് റണ്ണിൽ പങ്കെടുത്തത് 3 ലക്ഷത്തിലേറെ പേർ എന്നുള്ളതാണ് മാതൃഭൂമിയുടെ തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. വിശാലമായിട്ടുള്ള ഒരു ചിത്രവും അതോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. ആ ആളുകളെല്ലാം തന്നെ ഓടി വരുന്നതിൻ്റെ ആ ഒരു ചിത്രം അതോടൊപ്പം തന്നെ ചേർത്ത് നൽകിയിരിക്കുന്നു. ഉൾപേജുകളിലേക്ക് പോയെന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് പത്രങ്ങളിൽ കൂടുതലായും തന്നെ ഉള്ളത് എന്നുള്ളതാണ്. യുവാക്കളെ മുന്നോട്ട് എന്നുള്ള തലക്കെട്ടിലാണ് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുഖ്യ രാഷ്ട്രീയ കക്ഷികളെല്ലാം തന്നെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർക്കും യുവജന സംഘടനാ പ്രവർത്തകരും ഒക്കെ തന്നെ സീറ്റുകൾ നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ കോളേജുകളിൽ പോലീസ് നേതൃത്വത്തിൽ സംരക്ഷണ സമിതികൾ വരുന്നു എന്നുള്ള ഒരു വാർത്തയും ആലപ്പുഴയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്തെ കോളേജ് ക്യാമ്പസുകളിൽ അക്രമം, ലഹരിയുടെ ഉപയോഗം എന്നിവ തടയുന്നതിന് മുന്നോടിയായി പോലീസ് സംരക്ഷണ സമിതികൾ രൂപീകരിക്കുകയാണ്. സംസ്ഥാന പോലീസ് മേധാവിയുടെ ഉത്തരവ് പ്രകാരമാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇക്കുറി V4 കൊച്ചിയില്ല, 47 പഞ്ചായത്തിൽ 2020 മത്സരിക്കുന്നുണ്ട് എന്നുള്ളതും ഈ നാട്ടങ്കം സെഗ്മെൻറ്റിൽ മാതൃഭൂമി നൽകിയിരിക്കുന്ന ഒരു വാർത്തയാണ്. അപ്പം പുന്നമടയിൽ ഇന്നലെ ഒരു ഹൗസ് ബോട്ട് തീ പിടിച്ച് നശിച്ചിരുന്നു. ആ വാർത്ത ചിത്രം സഹിതം നൽകിയിട്ടുണ്ട്. ആലപ്പുഴ പുന്നമടയിലാണ് ഈ സംഭവം ഉണ്ടായത്. സ്റ്റാർട്ടിംഗ് പോയിന്റിന് സമീപത്താണ് പുരവഞ്ചിക്ക് തീ പിടിച്ചത്. അത് വലിയ രീതിയിൽ പരിഭ്രാന്തി ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ഏതാണ്ട് ഞായറാഴ്ച ഉച്ച ഒരു 12:00 കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. വിനോദസഞ്ചാരികളെ കയറ്റാനായി പോയപ്പോഴാണ് സംഭവം ഉണ്ടായത്. പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി അവർ ഇത് ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു എന്നുള്ളതാണ്. വഞ്ചി പൂർണ്ണമായും കത്തി നശിക്കുന്ന നിലയിലേക്ക് ആണ് അതിൻ്റെ ചിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ കലാസൃഷ്ടികളുമായ ഒരു മ്യൂസിയം വരുന്നുണ്ട്. പാലക്കാടാണ് ഈ മ്യൂസിയം തയ്യാറാക്കുന്നത് എന്നുള്ളതാണ്. എഡിറ്റോറിയൽ പേജിലേക്ക് വന്നാൽ തൊഴിൽ നിയമങ്ങളിൽ ആശങ്കകളുമേറെ എന്നുള്ളതാണ് അതിൽ എഡിറ്റോറിയലായി മാതൃഭൂമി നൽകിയിരിക്കുന്നത്. തൊഴിലാളികൾക്ക് കൂടുതൽ സംരക്ഷണം നൽകുന്ന നിയമങ്ങളാണിവയെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. പക്ഷേ ഇവ നടപ്പായപ്പോൾ പ്രതീക്ഷയ്ക്ക് ഉപരിയായി തൊഴിലാളികൾ ആശങ്കയിലാണ് എന്നുള്ളതാണ്. കേന്ദ്രത്തിൻ്റെ തൊഴിൽ നിയമങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രതിപക്ഷ കക്ഷികൾ നടത്തുന്ന സാഹചര്യം കൂടിയുണ്ട്. അതിനോട് കൂടി ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ എഡിറ്റോറിയൽ മാതൃഭൂമി തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു വാർത്തയും വീക്ഷണവും എന്നുള്ള മാതൃഭൂമിയുടെ പേജിൽ നൽകിയിരിക്കുന്നൊരു വാർത്താ ചിത്രം എന്ന് പറയുന്നത് അത് ഇന്നലെ ഡൽഹിയിൽ വലിയ രീതിയിലുള്ള ഒരു
പ്രതിഷേധം ശ്വസിക്കുന്നതിന് ഞങ്ങൾക്ക് അവകാശമുണ്ട്, ഞങ്ങൾക്ക് ശുദ്ധവായു വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികളുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടന്നിരുന്നു. ആ പ്രതിഷേധത്തെ പോലീസ് നേരിട്ട രീതി വലിയ രീതിയിൽ വിമർശന വിധേയമാവുകയും ചെയ്തിരുന്നു. ആ പ്രതിഷേധത്തിനിടയിൽ പോലീസ് പ്രതിഷേധക്കാരെ കീഴ്പ്പെടുത്തുന്ന ഒരു ചിത്രമാണ് നൽകിയിരിക്കുന്നത്. അതിൽ നൽകിയിരിക്കുന്ന തലക്കെട്ട് ഐ കാൺ ബ്രീത്ത് എന്നുള്ളതാണ്. ആ വാചകം വലിയ രീതിയിൽ തന്നെ നമ്മളെല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നത് അമേരിക്കയിലെ സംഭവവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. അതിന് സമാനമായ രീതിയിലുള്ള ഒരു ചിത്രമാണ് ഈ മാതൃഭൂമി ഈ വിഷയത്തിൽ നൽകിയിരിക്കുന്നത്. അതിൻ്റെ തലക്കെട്ടും അത് തന്നെയാണ്. വായുമലിനീകരണം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ഡൽഹിയിൽ ഇന്ത്യ ഗേറ്റിൽ നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്തവരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. അവരെ നിലത്തിട്ട് കഴുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ടാണ് ആ പ്രതിഷേധക്കാരെ വലിച്ചു മാറ്റുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ ചിത്രത്തിനാണ് ഐ കാൺ ബ്രീത്ത് എന്ന് പറയുന്ന ആ ഒരു തലക്കെട്ട് നൽകിയിരിക്കുന്നത്. ആ വാർത്തയോടും ആ ചിത്രത്തോടും കൃത്യമായ രീതിയിലുള്ള നീതി പുലർത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു വിശേഷണം കൂടിയാണ്, അല്ലെങ്കിൽ ഒരു ഹെഡിങ് ആണ് വാർത്താ ചിത്രത്തിന് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. സ്പോർട്സ് പേജിൽ നിരവധിയായിട്ടുള്ള വാർത്തകൾ ഉണ്ട്. മുത്താണ് എന്നുള്ള തലക്കെട്ടിലാണ് മാതൃഭൂമി ഇന്നലത്തെ ദക്ഷിണാഫ്രിക്ക ഇന്ത്യ ടെസ്റ്റ് പരമ്പരയുടെ വാർത്ത നൽകിയിരിക്കുന്നത്. സെനുരാൻ മുത്തുസ്വാമിയുടെ സെഞ്ചുറി അതാണ് ആ ഒരു തലക്കെട്ടിന് കാരണമായിരിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം സെഞ്ചുറി നേടിയ ശേഷം ആഹ്ലാദം പങ്കുവയ്ക്കുന്ന ചിത്രവും അതോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്ക 489 റൺസിന് ഇന്നലെ പുറത്തായിരുന്നു. മാർക്കോ യാൻസൺ 93 റൺസ് എടുത്തിരുന്നു. കുൽദീപ് യാദവ് 4 വിക്കറ്റ് സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് രണ്ടാമത് ബാറ്റിംഗ് പുനരാരംഭിച്ചപ്പോൾ ഇന്ത്യ തുടക്കത്തിൽ തകരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. തുടരെ വിക്കറ്റുകൾ പോകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നലെ ഗംഭീരമായിട്ടുള്ളൊരു പ്രകടനം തന്നെയാണ് ദക്ഷിണാഫ്രിക്ക കാഴ്ചവെച്ച് പാകിസ്ഥാനെതിരെ അവരുടെ നാട്ടിൽ മികച്ച ഓൾറൗണ്ടർ പ്രകടനം നടത്തിയ സ്പിൻ ഓൾറൗണ്ടർ സുരേന്ദ്ര മുത്തുസ്വാമിയെ കൊൽക്കത്തയിലെ സ്പിൻ പിച്ചിൽ കളിപ്പിക്കാതെ ദക്ഷിണാഫ്രിക്കൻ മാനേജ്മെൻറ്റ് ക്രിക്കറ്റ് ലോകത്തെ അമ്പരപ്പിച്ചിരുന്നു. ആദ്യ ടെസ്റ്റിലെ ജയത്തിന് ശേഷം ഗുവാഹട്ടിയിലെത്തിയപ്പോൾ അദ്ദേഹം ടീമിൽ ഇടം പിടിക്കുകയും ചെയ്തു. എന്തായാലും ഇദ്ദേഹം ചെന്നൈ ആണ് അദ്ദേഹത്തിൻ്റെ ഒരു വേര് ഉള്ളത് എന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ടൊരു വാർത്തയും മാതൃഭൂമി ആ വാർത്തയിൽ തന്നെ ചേർത്ത് നൽകിയിട്ടുണ്ട്. ഒപ്പം പൊന്നാണ് ലക്ഷ്യം എന്നുള്ളൊരു തലക്കെട്ടിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിൻ്റൺ കിരീടം സ്വന്തമാക്കി ഇന്ത്യയുടെ ലക്ഷ്യ സെൻ എന്നുള്ള ആ വാർത്ത, ലക്ഷ്യ സെൻ്റെ ചിത്രം ഉൾപ്പെടെയാണ് ആ വാർത്തയ്ക്ക് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ കണ്ണിറയെ കാണാം ഈ കനക കിരീടം. നമ്മൾ ഫസ്റ്റ് പേജിൽ തന്നെ ഒന്നാമത്തെ പേജിൽ തന്നെ ആ വാർത്ത ചിത്രം നൽകിയിരുന്നു. കാഴ്ചപരിമിതര 2020 ലോകകപ്പ് ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നു. അതിനുള്ള തലക്കെട്ടാണ് കണ്ണിറയെ കാണാം ഈ കനക കിരീടം എന്നുള്ളതാണ്. ഒപ്പം ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചുകൊണ്ട് KL രാഹുലാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുക. ആ വാർത്തയും നൽകിയിട്ടുണ്ട്. ഒപ്പം മറ്റൊരു അന്താരാഷ്ട്ര തലത്തിൽ വരുമ്പോൾ രക്ഷാസമിതി പരിഷ്കരണം അനിവാര്യം നരേന്ദ്രമോദി എന്നുള്ളതാണ് വാർത്തയുടെ തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. UN രക്ഷാസമിതിയുടെ പരിഷ്കരണം ഇനിമേൽ സ്വതന്ത്രമായ ഒരു തിരഞ്ഞെടുപ്പല്ല, മറിച്ച് അനിവാര്യതയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നു. ദക്ഷിണാഫ്രിക്കയിലെ ജോഹാനസ്ബർഗിൽ ഞായറാഴ്ച ചേർന്ന ഇന്ത്യ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക കൂട്ടായ്മയുടെ നേതൃയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആ ഘട്ടത്തിലാണ് നരേന്ദ്രമോദി അത്തരത്തിൽ നിലപാട് വ്യക്തമാക്കിയത്. മാധ്യമം ദിനപത്രത്തിലെ വാർത്തകളിലേക്ക് വന്നാൽ മാധ്യമത്തിലും പ്രധാനപ്പെട്ട ഒരു വാർത്താ ചിത്രമായി നൽകിയിരിക്കുന്നത് തേജസ് യുദ്ധവിമാനം തകർന്ന് മരിച്ച വ്യോമസേന വിംഗ് കമാൻഡർ നമാൻ ഷ്യാലിൻ്റെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട ചിത്രം തന്നെയാണ്. തേജസ് ആയിരുന്നു എന്നുള്ളതാണ് വാർത്താ ചിത്രത്തിൽ നൽകിയിരിക്കുന്ന തലക്കെട്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുഞ്ഞും അവരുടെ സങ്കടം, വേദന അതൊക്കെ തന്നെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു ചിത്രമാണ് അതിൽ നൽകിയിരിക്കുന്നത്. മറ്റു ചില വാർത്താ ചിത്രങ്ങൾ കൂടിയുണ്ട്. വളരെ വൈകാരികമായി നമുക്ക് കാണാൻ കഴിയുന്ന ചിത്രങ്ങൾ. ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിക്കുന്നു, ചർച്ചയ്ക്കായി ഹമാസ് സംഘം കൈറോയിൽ എന്നുള്ള തലക്കെട്ടിൽ നൽകിയിരിക്കുന്ന ഒരു വാർത്തയുണ്ട്. ആ വാർത്തയിൽ ഗാസയിലെ ക്യാമ്പിൽ
കുഞ്ഞുങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു ചിത്രമാണ് നൽകിയത്. വളരെ വൈകാരികമായി നൽകിയിരിക്കുന്ന ഒരു വാർത്താ ചിത്രത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടിയാണ് ആ ചിത്രം എന്ന് പറയുന്നത്. 1000 വാക്കുകളേക്കാൾ തീവ്രമായിട്ട് ആ ഒരു ക്ലിക്കിന് സംസാരിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. ആ വാർത്തയുടെ പ്രാധാന്യം, ആ വാർത്ത മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം ഒക്കെ തന്നെ നമുക്ക് ആ ഒരു ചിത്രത്തിൽ കാണാൻ കഴിയും. എന്തായാലും ഒന്നാമത്തെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് പകരം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പകരം ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ എന്നുള്ള തലക്കെട്ടിൽ നൽകിയിരിക്കുന്ന പുതിയ ബില്ല് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്നു എന്നുള്ളതാണ്. ഡിസംബർ 1 ആരംഭിക്കുന്ന പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ബില്ല് നിയമമാകുന്നതോടെ 7 പതിറ്റാണ്ടുകളായി രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ നെടുംതൂണായി നിൽക്കുന്ന UGCയും സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയുടെ പരമോന്നത സംവിധാനമായ അഖിലേന്ത്യാ സാങ്കേതിക വിദ്യാഭ്യാസ കൗൺസിലും ഇല്ലാതെയാകും എന്നുള്ളതാണ് വാർത്തയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ നിയന്ത്രണം ഒറ്റ കേന്ദ്രത്തിലേക്ക് കേന്ദ്രീകരിക്കുന്ന രീതിയിൽ 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ നിർദ്ദേശിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കാൻ ലക്ഷ്യമിടുന്നതാണ് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന ബില്ല് എന്നുള്ളതാണ്. എന്തായാലും ഇതിനെതിരെ വിമർശനങ്ങൾ, പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടി നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഒപ്പം ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്ന് ചുമതല ഏറ്റിരിക്കുകയാണ്. ആ ചുമതല ഏൽക്കും എന്നുള്ള വാർത്തയാണ് അതിൽ നൽകിയിരിക്കുന്നത്. അദ്ദേഹം 9 മണിയോടുകൂടി തന്നെ ചുമതല ഏറ്റിരിക്കുന്നു. പദവിയിൽ 15 മാസമാണ് അദ്ദേഹത്തിന് ഉണ്ടാവുക. 2027 ഫെബ്രുവരി 9 അദ്ദേഹം വിരമിക്കുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ സുപ്രധാനമായിട്ടുള്ള വിധികളെന്ന് പറയുന്നത് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനയിലെ 370-ാം വകുപ്പ് റദ്ദാക്കൽ, ബീഹാർ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം, പെഗാസസ് ചാരക്കേസ്, 2018 ഒക്ടോബർ 5 ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അദ്ദേഹം. 2019 മെയ് 24 സുപ്രീം കോടതി ജഡ്ജി ആവുകയും ചെയ്തു. ഇന്നിപ്പോൾ അദ്ദേഹം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി ചുമതല ഏറ്റിരിക്കുകയാണ്. ചണ്ഡീഗഡ് പിടിക്കാനുള്ള കേന്ദ്ര നീക്കം പാളി എന്നുള്ളതാണ് ആ നിലയ്ക്കാണ് ആ വാർത്താ മാധ്യമം നൽകിയിരിക്കുന്നത്. ചണ്ഡീഗഡിന് മേൽ പഞ്ചാബിനും ഉള്ള നാമമാത്രമായ നിയന്ത്രണം നീക്കി കേന്ദ്ര സർക്കാരിൻ്റെ വരുതിയിലാക്കാനുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ അവതരിപ്പിക്കാനുള്ള നീക്കം പാളി. കടുത്ത പ്രതിഷേധത്തെ തുടർന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പിന്മാറ്റം എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇതിൽ കാർട്ടൂണിൽ നൽകിയിരിക്കുന്നത് വോട്ട് ചോദിച്ചെത്തി 62കാരിയെ കടന്നു പിടിച്ച BJP പ്രവർത്തനെതിരെ കേസ് എന്നുള്ള വാർത്തയാണ് കാർട്ടൂണിൽ വിഷയമാക്കിയിരിക്കുന്നത്. അതിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ ചിത്രത്തോടുകൂടി അദ്ദേഹം പറയുന്നതായിട്ടാണ് ആ ഒരു കാർട്ടൂൺ തയ്യാറാക്കി. വോട്ട് പിടിക്കണം, ഭരണം പിടിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു, അല്ലാതെ എന്നുള്ള ഒരു നീട്ടലിലാണ് അത് പൂർത്തിയാക്കിയിരിക്കുന്നത്. UN രക്ഷാസമിതിക്ക് പരിഷ്കരണം അനിവാര്യം, പ്രധാനമന്ത്രി. ആ വാർത്ത 1-ാമത്തെ പേജിൽ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ മാധ്യമം നൽകിയിട്ടുണ്ട്. 3 ലക്ഷത്തിലധികം പേർ അണിനിരന്നു, ചരിത്രത്തിലേക്ക് ഓടിക്കയറി ദുബായ് റൺ എന്നുള്ള തലക്കെട്ടിലാണ് ദുബായ് റണ്ണിൻ്റെ വാർത്ത നൽകിയിരിക്കുന്നത്. 2 ചിത്രങ്ങൾ അതോടൊപ്പം തന്നെ നൽകിയിട്ടുമുണ്ട്. ആ വാർത്ത വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് മാധ്യമം നൽകിയിരിക്കുന്നത്. ഒപ്പം ഹത്തയുടെ വികസനവുമായി ബന്ധപ്പെട്ട ഹത്തയുടെ വികസനം പൂർത്തിയായി, ഡാമിന് മുകളിൽ ആംഫി തിയേറ്റർ, സ്ട്രോബെറി ഫാം എന്നുള്ളതാണ് വാർത്തയ്ക്ക് തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ദുബായിൽ പുതിയ ബജറ്റിന് അംഗീകാരം, 30.2 ശതകോടി ദർഹമിൻ്റെ റെക്കോർഡ് ബജറ്റിനാണ് ഷെയ്ഖ് മുഹമ്മദ് അംഗീകാരം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് തലക്കെട്ടായി ആ വാർത്തയ്ക്ക് നൽകിയിരിക്കുന്നത്. ഒപ്പം അതിൻ്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. പുന്നമടയിൽ ബോട്ട് കത്തിയതിൻ്റെ ഹൗസ് ബോട്ട് കത്തിയതിൻ്റെ ചിത്രവും വാർത്തയും 4-ാമത്തെ പേജിലാണ് മാധ്യമം നൽകിയിരിക്കുന്നത്. അപ്പോൾ തന്നെ തദ്ദേശാടനം എന്നുള്ള അവരുടെ 5-ാമത്തെ പേജ് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് നൽകിയിരിക്കുന്നത്. അന്തിമ പട്ടികയിലെ സ്ഥാനാർത്ഥികൾ ഒക്കെ തന്നെ അതിൻ്റെ വിവരങ്ങളൊക്കെ തന്നെയുമുണ്ട്. സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് CPM ലോക്കൽ സെക്രട്ടറിയുടെ വധഭീഷണി എന്നുള്ള വാർത്ത ഇന്നലെ ദൃശ്യമാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ ആഘോഷിച്ച വാർത്തയാണ്. അത് ഈ തദ്ദേശാടനത്തിൽ നൽകിയിരിക്കുന്നു. തദ്ദേശ ചിത്രം ഇന്ന് തെളിയും. കാരണം ഇന്ന് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയാണ്. ഇന്നേരം 3 മണി വരെ പത്രിക പിൻവലിക്കാൻ കഴിയും. അതിനുശേഷം ആണ് കൃത്യമായും ആരൊക്കെയാണ് എവിടേക്കാണ് മത്സരിക്കുന്നതിനെക്കുറിച്ചുള്ളൊരു കൃത്യമായിട്ടുള്ള ചിത്രം വ്യക്തമാവുക എന്നുള്ളതാണ്. രക്ഷാസമിതിയെ ആര് രക്ഷിക്കും എന്നുള്ള തലക്കെട്ടിലാണ് മാധ്യമം അവരുടെ എഡിറ്റോറിയൽ തയ്യാറാക്കിയിരിക്കുന്നത്.
വംശഹത്യക്കെതിരെ ലോകമെങ്ങും ഉയർന്ന ജനരോഷം തണുപ്പിക്കാനല്ലാതെ മറ്റൊരു നിലയ്ക്കും വെടിനിർത്തലോ തുടർന്നുണ്ടായ സമാധാന പദ്ധതിയോ പ്രയോജനപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അതിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ISRൽ കുരുങ്ങി ബംഗ്ലാദേശി അഭയാർത്ഥികൾ എന്നുള്ള തലക്കെട്ടിലൊരു വാർത്തയുണ്ട്. ദാരിദ്ര്യം കാരണം തൊഴിൽ തേടിയെത്തിയവർ ജയിൽവാസം പേടിച്ച് മടങ്ങുന്നു. 6 ദിവസത്തിനുള്ളിൽ ബംഗ്ലാദേശിലേക്ക് മടങ്ങിയത് 1200 പേരാണെന്നാണ് ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നത്. പശ്ചിമ ബംഗാളിൽ നിന്നും തിരിച്ചു പോകുന്ന ബംഗ്ലാദേശികൾ അവരുടെ ചിത്രം ഉൾപ്പെടെ അതിൽ നൽകിക്കൊണ്ടാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത്. സ്പോർട്സ് പേജിലേക്ക് വന്നാലും നിരവധിയായിട്ടുള്ള വാർത്തകൾ. ചാമ്പ്യൻ സെൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്തയായി മാധ്യമം നൽകിയിരിക്കുന്നത്. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിൻ്റണിൽ അദ്ദേഹം കിരീടം നേടിയിരുന്നു. അതിൻ്റെ വാർത്തയാണ് പ്രധാനമായും നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ അടിയോടടി ദക്ഷിണാഫ്രിക്ക 489 പുറത്ത് ഇന്ത്യ വിക്കറ്റ് നഷ്ടപ്പെടാതെ 9 റൺസ് എന്നുള്ള നിലയിൽ ഇന്നലെ കളി അവസാനിപ്പിച്ചിരുന്നു. അതിൻ്റെ വാർത്തയാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ മുത്തുസ്വാമിയുടെ ആഹ്ലാദ പ്രകടനത്തിൻ്റെ സെഞ്ചുറി നേടിയ ശേഷം അദ്ദേഹം ആഹ്ലാദം പ്രകടിപ്പിക്കുന്നതിൻ്റെ ചിത്രവും അതോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. ഒപ്പം ലിവർപൂളിന് ഇന്നലെ തോൽവി വഴങ്ങേണ്ടി വന്നത് പിന്നെയും തോറ്റു എന്നുള്ളതാണ് അതിന് തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ KL രാഹുൽ നയിക്കും എന്നുള്ള വാർത്തയും നൽകിയിരിക്കുന്നു. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, പന്ത് എന്നിവർ ഏകദിന ടീമിലേക്ക് എത്തുന്നു എന്നുള്ളതും ആ വാർത്തയോടൊപ്പം തന്നെ ചേർത്ത് നൽകുന്നതാണ്. ഒപ്പം കാഴ്ച പരിമിതരുടെ വനിതാ ലോകകപ്പ് ഇന്ത്യക്ക് കിരീടം എന്നുള്ള വാർത്ത ആ പേജിൽ കായികം പേജിൽ തന്നെ നൽകിയിരിക്കുന്നു. സിറാജ് പത്രത്തിലെ വാർത്തകൾ വളരെ വേഗം നോക്കിയാൽ ചണ്ഡീഗഡ് പിടിക്കാൻ കേന്ദ്ര നീക്കം, ഭരണഘടനാ ഭേദഗതി ബില്ല് എന്നുള്ളതാണ്. അതിൽ നിന്നും കേന്ദ്രം പിന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ബാക്കിയുള്ള പത്രങ്ങളൊക്കെ തന്നെയും ആ വാർത്ത നൽകിയിരുന്നത്. അതാണ് പ്രധാനപ്പെട്ട വാർത്തയായി സിറാജ് നൽകിയിരിക്കുന്നത്. ഇതാണ് ഗാസ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുണ്ട്. 44 ദിവസം ഇസ്രായേൽ കരാർ ലംഘിച്ചത് 497 തവണ എന്നുള്ളതാണ് ആ വാർത്തയ്ക്ക് നൽകിയിരിക്കുന്നത്. 342 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതും വാർത്തയോടൊപ്പം തന്നെ ചേർത്ത് നൽകിയിരിക്കുന്നു. നേടൻ ജയറാമിനെ സാക്ഷിയാക്കും, മൊഴിയെടുക്കാൻ സമയം നീട്ടി. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. പത്മകുമാറിൻ്റെ വിദേശയാത്രകളും ആസ്തികളും പരിശോധിക്കും എന്നുള്ളതും ആ വാർത്തയോടൊപ്പം തന്നെ ചേർത്ത് നൽകുന്നു. ദുബായ് റണ്ണിൻ്റെ വാർത്ത വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ ദുബായ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ബജറ്റിന് അംഗീകാരം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വാർത്തയായി നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ ഹത്തയിൽ പുതിയ ആകർഷണങ്ങൾ ഒരുങ്ങുന്നു. ഡാമിന് മുകളിൽ ആംഫി തിയേറ്റർ തുടങ്ങിയിട്ടുള്ള വാർത്തകൾ നൽകിയിരിക്കുന്നു. പ്രവാസികൾക്ക് വോട്ടവകാശം ബാലികേറ മല എന്നുള്ളതാണ് ഗൾഫ് കാഴ്ച എന്നുള്ള പങ്ക്തിയിൽ സിറാജ് പങ്കുവയ്ക്കുന്നത്. എഡിറ്റോറിയൽ പേജിലേക്ക് വന്നാൽ എഡിറ്റോറിയലിൽ ലേബർ കോഡിൽ പുനരാലോചന വേണം എന്നുള്ളതാണ് എഡിറ്റോറിയലിൽ തയ്യാറാക്കിയിരിക്കുന്നത്. തൊഴിലാളി സമൂഹത്തെ നിതാന്തമായ അനിശ്ചിതാവസ്ഥകളിലേക്ക് തള്ളിവിട്ട എന്ത് വ്യവസായ പുരോഗതിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്? ട്രേഡ് യൂണിയനുകളുമായി കേന്ദ്ര സർക്കാർ ഗൗരവപൂർണ്ണമായ ചർച്ചയ്ക്ക് തയ്യാറാകണം. ലേബർ കോഡിലെ തൊഴിലാളി വിരുദ്ധ ഘടകങ്ങൾ മരവിപ്പിക്കണം എന്നുള്ളതാണ് ആ എഡിറ്റോറിയലിൽ അവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. മാധ്യമപ്രവർത്തകരെ കാത്തിരിക്കുന്നത് എന്നുള്ള തലക്കെട്ടിൽ ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു ലേഖനം തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് മാധ്യമങ്ങളെ ജനാധിപത്യത്തിന് 4ാം തൂണെന്ന് വിശേഷിപ്പിക്കുമ്പോഴും മറ്റൊരു ഭാഗത്ത് ഭരണകൂടം തന്നെ മാധ്യമപ്രവർത്തകർക്ക് ഇരുമ്പ് കൂടുകൾ പണി കഴിപ്പിക്കുകയാണ് ഇവിടെ. മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താത്ത ഒരു സമൂഹത്തിൻ്റെയും ജനാധിപത്യം മൂലം പൂർണ്ണമാകില്ല. ഇന്ത്യ അക്കാര്യത്തിൽ അപകടകരമായിട്ടുള്ള നാളുകളെയാണ് കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് ആ ലേഖനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. കായികം പേജിലേക്ക് വന്നാൽ കായികം പേജിൽ വാൽപ്രഹരം എന്നുള്ളതാണ് ഇന്ത്യ
മുത്തുസ്വാമിയുടെ സെഞ്ചുറി 7ാമതായി ഇറങ്ങി സെഞ്ചുറി നേടുകയായിരുന്നു അദ്ദേഹം. വാർത്തയാണ് നൽകിയിരിക്കുന്നത്. ദക്ഷിണാഫ്രിക്ക 489 പുറത്തൊപ്പം തന്നെ ലക്ഷ്യം നേടിയ ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിൻ്റൺ കിരീടം ലക്ഷ്യ സെന്നിന് അദ്ദേഹം നേടിയതിൻ്റെ വാർത്ത ഏറ്റവും മുകളിലായി തന്നെ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ വിജയ കൺമണികൾ എന്നുള്ള തലക്കെട്ടിൽ കാഴ്ചപരിമിതരുടെ വനിതാ ലോകകപ്പ് കിരീടം ഇന്ത്യ ജയിച്ച വാർത്തയും നൽകിയിട്ടുണ്ട്. ഒപ്പം ഏകദിന പരമ്പര, രാഹുൽ ക്യാപ്റ്റൻ, പന്ത് ടീമിൽ, ബുംറയ്ക്കും സിറാജിനും വിശ്രമം എന്നുള്ളതും വാർത്തയായി തന്നെ നൽകിയിരിക്കുന്നു. ഒപ്പം ഭീകരവാദത്തിനെതിരെ പോരാടും, ഇന്ത്യൻ നിലപാടിനെ പിന്തുണച്ച് G20 ഉച്ചകോടി എന്നുള്ളത് വാർത്തയായി നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ പ്രധാനമന്ത്രി ഇന്നലെ അദ്ദേഹം പങ്കെടുത്ത യോഗവുമായി ബന്ധപ്പെട്ട വാർത്തയും അതോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. ISRന് അമിത വേഗമാണ്, അപ്പോൾ കമ്മീഷൻ്റെ തുടക്കം അതിൽ ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് സിറാജ് പങ്കുവയ്ക്കുന്ന ഒരു വാർത്ത. പ്രസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.